നക്ഷത്രം നിറഞ്ഞ കറുത്ത ആകാശത്തിലൂടെ മാനുകളെ പൂട്ടിയ സ്ലീവണ്ടയിൽ ഒത്തിരി സമ്മാനങ്ങളുമായി വരുന്ന സാന്റാ അപ്പൂപ്പനെ നമ്മൾ ഒരുപാട് കാത്തിരുന്നിട്ടില്ലേ? പക്ഷേ പിന്നീട് ആ കാത്തിരിപ്പ് പതിയെ കരോളുകളിലേക്ക് ഒതുങ്ങിപ്പോയെങ്കിലും നമ്മൾ ഒരു വട്ടമെങ്കിലും ചിന്തിച്ചു കാണില്ലേ, ആരായിരിക്കും ഈ സാന്റാക്ലോസ് എന്ന്, എവിടെ നിന്നുമായിരിക്കും അദ്ദേഹം വരുന്നത് എന്നൊക്കെ. എന്നാൽ യഥാർത്ഥ സാന്റയ്ക്ക് ക്രിസ്തുമസുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? അതിനായി നമുക്ക് ഏകദേശം 1755 വർഷങ്ങൾ പുറകിലോട്ട് പോയി നോക്കാം. ഇന്നത്തെ തുർക്കിയിൽ പറ്റാര എന്ന പുരാതന പട്ടണത്തിൽ ക്രിസ്തു വർഷത്തിന് ശേഷം 270ഓടെ എഫിഫാനിയസിനും ജോന്നയ്ക്കും ഒരാൺകുഞ്ഞ് പിറന്നിരിക്കുന്നു. അവർ അവനെ വാത്സല്യത്തോടെ നിക്കോളാസ് എന്ന് വിളിച്ചു. നിക്കോളാസിന്റെ മാതാപിതാക്കൾ വളരെ ധനികരും തികഞ്ഞ ക്രിസ്തുഭക്തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ മാതാപിതാക്കൾക്ക് നിക്കോളാസ് വളരെ ദൈവവിശ്വാസിയും കാരുണ്യം നിറഞ്ഞവനുമായിരിക്കണമെന്നായിരുന്നു ആഗ്രഹം. അവരുടെ ആഗ്രഹം പോലെ തന്നെ നിക്കോളാസ് ചെറുപ്പം മുതലേ മറ്റുള്ളവരോട് ദയയും സ്നേഹവുമുള്ളവനായിരുന്നു. അവൻ കുട്ടിയായിരിക്കെ തന്നെ അവന്റെ മാതാപിതാക്കൾ പ്ലേഗ് എന്ന രോഗത്തിനടിമപ്പെട്ട് മരണത്തിന് കീഴടങ്ങിയിരുന്നു. അങ്ങനെ നിക്കോളാസ് വളരെ ചെറുപ്പത്തിലെ തന്നെ അനാഥനായി മാറി. എന്നാൽ മാതാപിതാക്കളുടെ മരണശേഷം അവനിലേക്ക് വന്നു ചേർന്ന സ്വത്തുക്കളെല്ലാം ഉപയോഗിച്ച് അവൻ ദരിദ്രരായ മനുഷ്യരെ സഹായിച്ചു പോന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ നല്ല മനസ്സിനോടൊപ്പം കുഞ്ഞു ശരീരവും വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെ നിക്കോളാസ് ഇപ്പോൾ ഒരു യുവാവായി മാറിയിരിക്കുന്നു. നിക്കോളാസിനെ പറ്റി ഒരു പ്രശസ്തമായ കഥ പറയപ്പെടുന്നുണ്ട്. പണ്ടൊരിക്കൽ മീറ എന്ന പട്ടണത്തിൽ ഒരു ദരിദ്രനായ മനുഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് 3 പെൺമക്കളുണ്ടായിരുന്നു അത്രേ. എന്നാൽ അവരുടെ വിവാഹത്തിന് ആവശ്യമായിരുന്ന പണം ഇല്ലാതിരുന്നതിനാൽ ആ പെൺമക്കൾക്ക് വേശ്യാവൃത്തിക്ക് പോകേണ്ട സാഹചര്യമുണ്ടായി. ഒരിക്കൽ തന്റെ സങ്കടങ്ങൾ പറഞ്ഞു കരയുന്ന അവരുടെ സംസാരം നിക്കോളാസ് മറഞ്ഞു നിന്ന് കേൾക്കുവാനിടയായി. സങ്കടങ്ങളെല്ലാം കേട്ട മാത്രയിൽ തന്നെ തികഞ്ഞ ദാനശീലനായിരുന്ന നിക്കോളാസ് അവരെ ഏതു വിധേനയും സഹായിക്കണമെന്ന് ഉറപ്പിച്ചു. അന്നു രാത്രി ഒരു സ്വർണ്ണ നാണയപ്പൊതി അവരുടെ വാതിലിനിടയിലൂടെ ആരുമറിയാതെ നിക്കോളാസ് അകത്തേക്ക് എറിഞ്ഞുകൊടുത്തു. പിറ്റേന്ന് നാണയപ്പൊതി കണ്ട അവർ ഞെട്ടിപ്പോയിരുന്നു. അതെവിടെ നിന്ന് വന്നു എന്നോ എങ്ങനെ വന്നു എന്നോ അവർക്കറിയില്ലായിരുന്നു. എന്നാൽ തന്റെ സങ്കടങ്ങൾ കണ്ട് ആ പണം ദൈവം നൽകിയതാണെന്നവർ വിശ്വസിച്ചു. അങ്ങനെ 2-ാം ദിവസം രാത്രിയിലും നിക്കോളാസ് ഒരു പൊതി സ്വർണ്ണ നാണയം അവരുടെ വീടിന്റെ ജനാലിനിടയിലൂടെ അകത്തേക്കിട്ടുകൊടുത്തു. പിറ്റേന്ന് രാവിലെ സ്വർണ്ണ നാണയങ്ങൾ കണ്ട വൃദ്ധൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും തന്റെ 2ാമത്തെ മകളുടെ വിവാഹം നടത്തിക്കൊടുക്കുകയും ചെയ്തു. എന്നാൽ 3-ാം രാത്രിയിലും ഇതുതന്നെ സംഭവിക്കുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ആ പിതാവ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മറഞ്ഞു നിന്നുകൊണ്ട് നിരീക്ഷിച്ചു. അങ്ങനെ അന്നും രാത്രി നിക്കോളാസ് നാണയങ്ങളുമായി എത്തി. ആരാണെന്ന് കണ്ട മാത്രയിൽ തന്നെ ആ പിതാവ് നിക്കോളാസിനരികിലേക്ക് ഓടിയെത്തുകയും ഒരുപാട് നന്ദി പറയുകയും ആലിംഗനം ചെയ്യുകയും ചെയ്തു. പക്ഷേ ആരാണെന്നുള്ള ആ മനുഷ്യന്റെ ചോദ്യത്തിന് മാത്രം നിക്കോളാസ് വ്യക്തമായ ഒരു മറുപടി കൊടുത്തില്ല. പകരം നിക്കോളാസ് പറഞ്ഞത്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇത് ആരോടും പറയരുത്, എനിക്ക് പ്രശസ്തി വേണ്ട, നിങ്ങൾ സന്തോഷത്തോടെ ഇരുന്നാൽ മതി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാണയങ്ങൾ ആ മനുഷ്യന് നൽകി നിക്കോളാസ് നടന്നകന്നു. ഇതാണ് നിക്കോളാസിന്റെ പ്രശസ്തമായ ദാനത്തിന്റെ കഥ. അങ്ങനെ നിക്കോളാസിന്റെ സൽപ്രവൃത്തികളെല്ലാം ലോകത്തിനു മുൻപിൽ വെളിവാവുകയും പലരും അദ്ദേഹത്തെ ദൈവത്തിന്റെ ദൂതൻ എന്നും ഗിഫ്റ്റ് ഗിവർ എന്നുമെല്ലാം വിളിക്കുവാനും തുടങ്ങി. പിന്നീട് ധാരാളം സമ്പത്തിനുടമയായിരുന്ന നിക്കോളാസ് അതെല്ലാം വിട്ട് സഭയിലെ ദൈവിക സേവനത്തിന് സന്നദ്ധനായി. തുടർന്ന് ബിഷപ്പുമായി. നല്ല തീക്ഷ്ണവാനായ സഭാനേതാവും ഉദാരമതിയായ മനുഷ്യസ്നേഹിയുമായി അദ്ദേഹം പ്രവർത്തിച്ചു പോന്നു. റോമാ ചക്രവർത്തി ഡയോക്ലീഷ്യന്റെ കാലത്ത് ക്രിസ്തീയ സഭയ്ക്ക് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ആ ഘട്ടത്തിൽ നിക്കോളാസിനെ കാരാഗൃഹത്തിൽ അടച്ചിരുന്നു. എന്നാൽ തന്റെ വിശ്വാസങ്ങളിൽ നിന്നോ ആത്മീയതയിൽ നിന്നോ അദ്ദേഹം അണുപോലും വ്യതിചലിച്ചില്ല. പിന്നീട് കുസ്തന്തിനോസ് ചക്രവർത്തിയായി വന്നപ്പോൾ പീഡനം അവസാനിപ്പിച്ച് നിക്കോളാസിനെ മോചിപ്പിക്കുകയും ക്രിസ്തീയ സഭയ്ക്ക് ആവശ്യമായ പിന്തുണയും സ്നേഹവും നൽകിപ്പോരുകയും ചെയ്തിരുന്നു. അദ്ദേഹം പിന്നീട്
റഷ്യ, ഗ്രീസ് എന്നീ രാജ്യങ്ങളിലെ ക്രിസ്തീയ സഭയുടെ പാർട്ടൻ സെയിന്റ് എന്ന സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അതോടൊപ്പം നിക്കോളാസ് അക്കാലത്ത് കുട്ടികൾക്കും വ്യാപാരികൾക്കും നാവികർക്കുമെല്ലാം മധ്യസ്ഥ പിതാവായിരുന്നു. എന്നാൽ നവീകരണ കാലത്ത് അദ്ദേഹത്തിലുള്ള വിശ്വാസവും ആശ്രയവും ഉപേക്ഷിക്കപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ഹോളണ്ടിലും നെതർലാൻഡ്സിലും അദ്ദേഹത്തോടുള്ള വിശ്വാസം തുടർന്നുകൊണ്ടിരുന്നു. അവിടെയുള്ളവർ അദ്ദേഹത്തെ സിൻഡർ ക്ലാസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. എന്നാൽ ഡച്ച് കുടിയേറ്റക്കാർ അമേരിക്കയിലെത്തിയപ്പോൾ സിൻഡർ ക്ലാസ് എന്ന പേര് ഇന്ന് നമുക്ക് സുപരിചിതമായ സാന്റാക്ലോസ് എന്ന പേരിലേക്ക് പരിണമിക്കുകയും ചെയ്തു. അങ്ങനെ സെയിന്റ് നിക്കോളാസ് ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ പ്രിയങ്കരനായ സാന്റാക്ലോസ് ആയി മാറി. എന്നാൽ പണ്ടുകാലത്തെ ചിത്രങ്ങളിലെല്ലാം സാന്റ പച്ച, ബ്രൗൺ, നീല, വെള്ള, ഗ്രേ എന്നീ പല നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കൊക്കക്കോളയുടെ പരസ്യങ്ങൾ വന്നതിന് ശേഷം, അതായത് 1931 കൊക്കക്കോള തങ്ങളുടെ ക്രിസ്മസ് പരസ്യ കമ്പയിനായി സാന്റയുടെ ചിത്രം ഉപയോഗിച്ചതോടെയാണ് സാന്റയുടെ ചുവപ്പും വെളുപ്പും ധരിച്ച രൂപം ആദ്യമായി പ്രത്യക്ഷമാകുന്നത്. കാരണം ചുവപ്പും വെളുപ്പും കൊക്കക്കോളയുടെ ബ്രാൻഡ് നിറങ്ങളാണ്. ഈ രൂപം ലോകമെമ്പാടും പ്രശസ്തമാവുകയും ചെയ്തു. അന്ന് കൊക്കക്കോള രൂപകൽപ്പന ചെയ്ത രൂപമാണ് ഇന്നും സാന്റയുടെ യഥാർത്ഥ രൂപമായി ലോകമെങ്ങും വിശ്വസിച്ചു പോരുന്നത്. ലോകം മാറിയപ്പോൾ സാന്റ ഒരു മാന്ത്രിക പ്രതീകമായി രൂപം കൊണ്ടു. ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം നോർത്ത് പോളിൽ ജീവിക്കുന്നതായാണ് വിശ്വാസം. ഇനി നമുക്ക് ആ മാന്ത്രിക സ്ഥലത്തെക്കുറിച്ച് കേൾക്കാം. നോർത്ത് പോൾ അഥവാ വടക്കൻ ധ്രുവം ഭൂമിയിലെ ഏറ്റവും തണുത്തുറഞ്ഞ പ്രദേശമാണിത്. ആകാശത്ത് നക്ഷത്രങ്ങളോടൊപ്പം ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ ഒറോറ ലൈറ്റ്സ് പ്രത്യക്ഷമാകുന്ന സ്ഥലം. അവിടെ തണുത്തുറഞ്ഞ മഞ്ഞുപാളികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന സാന്റയുടെ വീടും ടോയ് വർക്ക്ഷോപ്പും. അവിടെയുള്ള സാന്റയുടെ ടോയ് വർക്ക്ഷോപ്പിൽ ക്രിസ്മസിന്റെ തലേന്ന് ലോകമെമ്പാടുമുള്ള കുട്ടികൾക്ക് കൊടുക്കുവാൻ വേണ്ടി സാന്റയുടെ എൽഫുകൾ പാവകളും കളിപ്പാട്ടങ്ങളും സമ്മാനങ്ങളുമെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നുവെന്നാണ് സങ്കല്പം. അതിനുശേഷം സാന്റ ക്രിസ്മസ് രാത്രി സമ്മാനങ്ങൾ നൽകുവാനായി പുറപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മാന്ത്രിക സ്ലീ വണ്ടിയിലാണ്. ഈ വണ്ടി മഞ്ഞിലൂടെയും ആകാശത്തിലൂടെയും പറക്കും. ഈ വണ്ടിയെ മുന്നോട്ട് നയിക്കുന്നത് 8 റെയിൻഡിയറുകളാണ്. അവയ്ക്ക് ആകാശത്തിലൂടെ പറക്കുവാനുള്ള മാന്ത്രിക സിദ്ധി നൽകിയത് സാന്റാക്ലോസ് തന്നെയാണെന്നാണ് വിശ്വാസം. അവയുടെ പേരുകൾ ഡാഷർ, ഡാൻസർ, പ്രാൻസർ, വിക്സൺ, കോമറ്റ്, ക്യൂപ്പിഡ്, ഡോണർ, ബ്ലിറ്റ്സൺ എന്നിങ്ങനെ ആയിരുന്നു. ഈ 8 റെയിൻഡിയറുകൾക്കും 8 സവിശേഷതകളും ഉണ്ടായിരുന്നു. എന്നാൽ ഒരാളെ കൂടി കഥകളിലെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്, റുഡോൾഫ്. റുഡോൾഫിനെ കുറിച്ച് ഒരു കഥ കേൾക്കാം. റുഡോൾഫ് ജനിച്ചപ്പോഴേ മറ്റു റെയിൻഡിയറുകളിൽ നിന്നും വ്യത്യസ്തമായി അവന് ചുവന്ന നിറത്തിലുള്ള എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂക്കുണ്ടായിരുന്നു. അത് മഞ്ഞിൽ പോലും കുളിരില്ലാതെ തിളങ്ങുമായിരുന്നു. എന്നാൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിരുന്ന അവനെ മറ്റു റെയിൻഡിയേഴ്സ് എല്ലാം കൂട്ടത്തിൽ കൂട്ടാതെ കളിക്കുമായിരുന്നു. അവന്റെ മൂക്കിനെക്കുറിച്ച് പറഞ്ഞ് അപമാനിക്കുകയും ചെയ്യുമായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഒരിക്കലും സാന്റയുടെ സ്ലൈഡിനോടൊപ്പം അവൻ പറക്കുമായിരുന്നില്ല. എന്നാൽ ഒരു വർഷം ക്രിസ്മസ് രാത്രിയിൽ അതികഠിനമായ മഞ്ഞുവീഴ്ച കാരണത്താലും ഇരുട്ട് കാരണത്താലും മറ്റു റെയിൻഡിയറുകൾക്ക് സാന്റയുമായി സമ്മാനങ്ങൾ കൊടുക്കുവാൻ പോകുവാൻ സാധിച്ചില്ല. വിഷമിച്ചു നിന്ന സാന്റ അപ്പോഴാണ് റുഡോൾഫിനെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ സാന്റാക്ലോസ് റുഡോൾഫിനോട് പറഞ്ഞു, റുഡോൾഫ്, നീ എൻ്റെ സ്ലൈഡിന് മുൻപിൽ നിൽക്കൂ. നിന്റെ മൂക്കിന്റെ പ്രകാശം നമ്മെ വഴി കാണിക്കട്ടെ. കേട്ടപാടെ അവൻ അത് സന്തോഷത്തോടെ സമ്മതിച്ചു. അന്ന് അവന്റെ മൂക്കിൽ നിന്നുള്ള പ്രകാശം കൊണ്ടാണ് ലോകമെമ്പാടുമുള്ള കുട്ടികൾക്ക് ക്രിസ്മസ് രാത്രി സമ്മാനങ്ങൾ എത്തിക്കുവാൻ സാന്റയ്ക്ക് സാധിച്ചത്. ആ ദിവസത്തിന് ശേഷം റുഡോൾഫ് ധൈര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമായി മാറി. സാന്റയുടെ 8 റെയിൻഡിയേഴ്സും അവനെ നേതാവായി കണ്ടു അത്രേ. ഇങ്ങനെയാണ് കഥ പറയപ്പെടുന്നത്. എന്നാൽ ചരിത്രം വിവരിക്കുന്നത് 1823 അമേരിക്കൻ എഴുത്തുകാരനായ ക്ലെമന്റ് ക്ലാർക്ക് മൂർ എന്ന എഴുത്തുകാരൻ എഴുതിയ എ വിസിറ്റ് ഫ്രം സെയിന്റ് നിക്കോളാസ് അഥവാ ദ നൈറ്റ് ബിഫോർ ക്രിസ്മസ് എന്ന പ്രശസ്തമായ കവിതയിലൂടെയാണ് സാന്റാക്ലോസിന്റെ ഈ 8 റെയിൻഡിയേഴ്സുകളുടെയും പേര് പ്രചരിച്ചത്. ശേഷം 1939 റോബർട്ട് എൽ മെയ് എന്ന എഴുത്തുകാരൻ മോൺഗോമറി വാർഡ് എന്ന അമേരിക്കൻ കമ്പനിക്ക് വേണ്ടി ഒരു ക്രിസ്മസ് കഥ എഴുതുകയുണ്ടായി.
അവിടെയാണ് റുഡോൾഫ് അഥവാ റുഡോൾഫ് ദ റെഡ് നോയ്സ്ഡ് റെയിൻഡിയർ എന്ന കഥാപാത്രം പ്രത്യക്ഷമാകുന്നത്. എന്നാൽ അതിനെല്ലാം ശേഷം കാലങ്ങൾ എത്രയോ കടന്നുപോയിരിക്കുന്നു. ഇന്ന് ക്രിസ്മസ് ഫാദർ ഇല്ലാതെ ക്രിസ്മസ് തന്നെ അചിന്ത്യമാണ്. അത്രമാത്രം അദ്ദേഹം ക്രിസ്മസിന്റെ അവിഭാജ്യ ഘടകമായി തീർന്നിരിക്കുന്നു. ബൈബിളിൽ ചരിത്ര പരാമർശമുള്ള കഥാപാത്രങ്ങളെക്കാൾ ഇന്ന് പ്രാധാന്യമർഹിക്കുന്നത് ക്രിസ്മസുമായി ഒരു ബന്ധവുമില്ലാത്ത സാന്റാക്ലോസിന് തന്നെ. സെയിന്റ് നിക്കോളാസ് എന്ന സാന്റാക്ലോസിലൂടെ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ മൂല്യങ്ങളായ ദയ, സ്നേഹം, കരുണ എന്നിവയെല്ലാം മറ്റുള്ളവരുമായി പങ്കിടാനുള്ള മനസ്സ് വേണമെന്നാണ്. അതായത് സന്തോഷം വാങ്ങുന്നതിലൂടെയല്ല, നൽകുന്നതിലൂടെയാണ് അതിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ കഥയുടെ അവസാനം ക്രിസ്മസ് സമ്മാനങ്ങളെല്ലാം നൽകിയതിനു ശേഷം സാന്റ നോർത്ത് പോളിലുള്ള തൻ്റെ വർക്ക്ഷോപ്പിലേക്ക് തന്നെ മടങ്ങുന്നു. അദ്ദേഹം അടുത്ത ക്രിസ്മസിനായി തയ്യാറെടുക്കുന്നു. കുട്ടികളുടെ കണ്ണുകളിൽ തിളങ്ങുന്ന പ്രതീക്ഷയുടെ കണങ്ങൾ പോലെ സാന്റയുടെ കഥ ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. Merry Christmas!